അപ്പോൾ എന്തുണ്ട് IIT ലൈഫൊക്കെ കാര്യമൊക്കെ? ഡിഫറെന്റ് ആണ്. ഇവിടെ നിന്ന് നമ്മുടെ നാടെന്ന് വെച്ച് പോകുമ്പോൾ വളരെ ഡിഫറെന്റ് ആയ ഒരു വൈബാണ്. ക്ലാസ് എപ്പോഴും സെക്കൻഡറി ആണ്, നമ്മൾ പ്രൈമറി ആയിട്ട് അതർ പ്രോഗ്രാംസ് അങ്ങനെ തന്നെയാണോ IIT-യിൽ? അതെ, അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ അതിലാണ് കുറേ ആൾക്കാർ സ്റ്റുഡൻസ് ഒക്കെ നോക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടെ പഠിക്കുന്ന +2 സിലബസ് വെച്ചെന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഗ്യാപ്പ് നല്ലതല്ല. ക്യാമ്പസ് എന്ന് വെച്ചാൽ ഇപ്പം മദ്രാസിന്റെ തീം എന്ന് വെച്ചാൽ എന്താ നേച്ചറായിട്ട് ഹ്യൂമൻ സ്റ്റുഡൻസും അതിൻ്റെ കൂടെ തന്നെ ആനിമൽസും എല്ലാം കൂടിയുള്ളൂ. അപ്പം നമ്മുടെ കൂടെ തന്നെ മാന് മങ്കി അതൊക്കെ കൂടി നമ്മൾ ജീവിച്ചാൽ ഓക്കെ. ഹലോ എവരിവൺ, നമ്മുടെ കൂടെ ഉള്ളത് ഹൃദിനാണ്. ഹൃദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും, കാരണം പല തവണകളായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നതാണ്. കാരണം ഹൃദിൻ നമ്മുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദിൻ്റെ റാങ്കിൻ്റെ ലിസ്റ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, കീം പറഞ്ഞോളൂ. ഞാൻ പറ ഫസ്റ്റ് കീം ഫസ്റ്റ് റാങ്ക്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ജയ് റാങ്ക് പേഴ്സണൽ 99%. കുസാറ്റ് ഫസ്റ്റ്. ഓക്കെ, അഡ്വാൻസ്ഡ് എത്രയായിരുന്നു ഓർമ്മയില്ല. അപ്പോൾ ഇത്രയൊക്കെ കൊട്ടക്കണക്കിന് റാങ്കെല്ലാം വാങ്ങിയിട്ട് ഇപ്പോൾ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്ബാൽ സാറിൻ്റെ അതേ ബ്രാഞ്ചിൽ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ പറ ഹൃദയ, എന്തുണ്ട് IIT ലൈഫൊക്കെ കാര്യമൊക്കെ? വളരെ ഡിഫറെന്റ് ആണ്. ഇവിടെ നിന്ന് ഒരു ഇപ്പം നമ്മുടെ നാടെന്ന് വെച്ച് അങ്ങനെ പോകുമ്പോൾ വളരെ ഡിഫറെന്റ് ആയ ഒരു വൈബാണ്. അവിടെ വലിയൊരു സ്പേസ് ആണ്, കുറെ ആൾക്കാരുണ്ട്, ഇന്ത്യയിലെ വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നത്. അപ്പം വേറെ എൻവയോൺമെന്റ് തന്നെ അടിപൊളിയാണ്. എന്താണ് IIT-യിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതായത് ഞാനിവിടെ എത്തിയതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യമായിട്ട് തോന്നുന്ന സാധനം എന്താ? ക്യാമ്പസ് തന്നെയാണ്. ക്യാമ്പസും അവിടുത്തെ അക്കാഡമിക്സിന്റെ ഒരു ഇതും ലെവൽ. ഇപ്പം ക്യാമ്പസ് പറയുമ്പോൾ വലിയ ക്യാമ്പസ്, എത്രയോ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വന്ന ഒരു ഫസ്റ്റ് മന്ത് തന്നെ ക്യാമ്പസ് എക്സ്പ്ലോർ ചെയ്യാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? എത്രയായിരുന്നു? 6 ഏക്കറാണ്. വേറെ ഏക്കറുണ്ട്. അപ്പോൾ ഈ ഏക്കറിലൂടെ നിങ്ങൾ നടന്നിട്ടാണോ പോവുക, എങ്ങനെ പോവുക? നമ്മൾ സൈക്കിളാണ് പോവുക അല്ലേ. അപ്പോൾ പിന്നെ ഈ ക്യാമ്പസിൽ പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പം നല്ല അടിപൊളി ക്യാമ്പസ് ആണെന്നൊക്കെ പറഞ്ഞു, വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്തൊക്കെയാണ് ക്യാമ്പസിലുള്ളത്? ക്യാമ്പസ് എന്ന് വെച്ചാൽ ഇപ്പം മദ്രാസിന്റെ തീം എന്ന് വെച്ചാൽ നേച്ചറായിട്ട് ഇതുള്ള തീം. അതായത് ഒരു ഫോറസ്റ്റ് പോലെ തന്നെ, പക്ഷെ ഒരു ഹ്യൂമൻ സ്റ്റുഡൻസും അതിൻ്റെ കൂടെ തന്നെ ആനിമൽസും എല്ലാം കൂടിയുള്ളൂ. അപ്പം നമ്മുടെ കൂടെ തന്നെ ഡിയേഴ്സ് ഉണ്ട്, മാന് മങ്കി അതൊക്കെ കൂടി നമ്മൾ ഒരുമിച്ചാണ്. ഹോസ്റ്റലാണ് മങ്കി ഉണ്ട്. മൊത്തത്തിലൊരു വേറെ തന്നെ ഇപ്പം ആ സിറ്റിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. ചെന്നൈ സിറ്റിയിലാണെന്ന് തോന്നുന്നില്ല. അതെ. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് അപ്പോൾ പൊതുവേ ഈ IIT-കളിലൊക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു വെച്ചാൽ പലപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എപ്പോഴും സെക്കൻഡറി ആണ്, നമ്മൾ പ്രൈമറി ആയിട്ട് അതർ പ്രോഗ്രാംസ് അങ്ങനെ തന്നെയാണോ IIT-യിൽ? അതെ, അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ അതിലാണ് കുറേ ആൾക്കാർ സ്റ്റുഡൻസ് ഒക്കെ അതായിരിക്കും. പിന്നെ സോറി പറഞ്ഞു അല്ല, സ്റ്റഡീസ് ഉണ്ട്. സ്റ്റഡീസ് സൈഡിൽ കൂടെ അങ്ങ് പോകും. സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, സ്റ്റഡീസ് ആ വഴിക്ക് പോകും. ഓക്കെ, നമ്മുടെ അക്കാഡമിക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇവിടുന്ന് പോകുമ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പം +2 പഠിച്ചതിന് ശേഷം നമ്മുടെ കോളേജിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചിൽ എങ്ങനെയാണ് അതിന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കാരണം ഡിഫറൻറ്റ് ലെവൽ ഓഫ് കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അതായത് ഡിഫറൻറ്റ് ലെവലുള്ള എല്ലാം അത്യാവശ്യം ഹൈ ലെവൽ കുട്ടികളായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ കോമ്പറ്റൻസ് ഒക്കെ എന്തായിരിക്കും? കൂടുതലായിരിക്കും, കോമ്പറ്റീഷൻ കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ ഇപ്പോൾ ധൈര്യത്തിലൊക്കെ പഠിച്ചു, ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഫിസിക്സ് കെമിസ്ട്രി മാത്സൊക്കെ പഠിച്ചു, എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ആ ബ്രിഡ്ജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒരു +2 ഡയറക്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്ന +2 സിലബസ് വെച്ചെന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഗ്യാപ്പ് നല്ലതല്ല. ചില കോച്ചിങ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു ബ്രിഡ്ജ് കിട്ടും. അതെ, ആ ഒരു കുറച്ചും കൂടെ അതായത് ടെക്സ്റ്റ് ബുക്ക് ലെവലില്ലാണ്ട് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല. അതിൽ ധൈര്യത്തിന്റെ ക്ലാസ്സുകൾ സഹായിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടുന്ന് ഡെപ്ത് ഓഫ് കണ്ടന്റ് സഹായിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഒരു അഡ്വാൻസ് ലെവല് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതി, ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന സംഭവമില്ല. അപ്പം സ്വന്തമായിട്ടല്ല, ഒരു ഹെൽപ്പ് വേണം. ആ ഒരു ഇത് കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഹൃദിനോട് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് പെട്ടെന്ന് നിർത്തുന്നു വെച്ചാൽ അവിടെ ഒരുപാട് IIT സൈലം അവാർഡ് വേദിയിലാണ്, ഒരുപാട് IIT വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും ഹൃദിനെ കാണണം, വേറൊരു വീഡിയോ എടുക്കാനല്ലോ. അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.